ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഇപ്പം ഒരു മാസത്തോളം കണ്ടായെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ഇതൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പണ്ടത്തെ കമ്പനിയാണ്, നല്ല ഇടിപെട്ടൊരു ഹോം തിയേറ്ററാണിത്. ക്രിയേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതൊരു 2.1 ഹോം തിയേറ്ററാണിത്. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ അങ്ങനെ നമ്മളങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവം നിങ്ങളൊന്ന് കാണിക്കാം എന്ന് കരുതി എടുത്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതിപ്പം നമ്മളിപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്കിപ്പം 12 വോൾട്ട് വർക്ക് ചെയ്തില്ല. അപ്പം 12 വോൾട്ടിനെ നമ്മൾ ഒരു 5 വോൾട്ടാക്കി മാറ്റുന്ന ഒരു ചെറിയൊരു സർക്യൂട്ടാണ് ഈ കാണുന്നത്. 7805 എന്ന് പറഞ്ഞ ഒരു ഐസിയും പിന്നെ നമ്മുടെ 25 വോൾട്ടിൻ്റെ 470 ഒരു കപ്പാസിറ്ററും പിന്നെ ഒരു 19 വോൾട്ടിൻ്റെ 229 ഒരു കപ്പാസിറ്റർ വെച്ചാണ് 229 ആണെന്ന് തോന്നുന്നു. അല്ല സോറി 220 ഒരു കപ്പാസിറ്ററോട് വെച്ച് എടുത്ത ചെറിയൊരു സർക്യൂട്ടാണിത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഒരു ഡയഗ്രം ഞാനിവിടെ കൊടുത്തിരിക്കാം. ഈ കാണുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ സർക്യൂട്ട് നമ്മൾ ചെയ്തിപ്പം എടുത്തിരിക്കുന്നത്. അതായത് 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റുന്നത്. അങ്ങനെ ആ ഒരു 5 വോൾട്ട് വന്ന് നമ്മുടെ നേരെ നമ്മൾ ഈ ഒരു ബോർഡിലോട്ട് വരുന്നു. പിന്നെ ഈ ബോർഡിൽ നിന്ന് വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇതെൻ്റെ ഓഡിയോ ഔട്ടാണ്. ഇതിൻ്റെ ഓഡിയോ ഔട്ട് നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഹോം തിയേറ്ററിലാണ്. ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഈ ഒരു ഹെഡ്സെറ്റ് വരുന്ന ഭാഗം കണ്ടോ, അതായത് ഇവിടെയാണ് അതിൻ്റെ ആർട്സ് ഇൻപുട്ട് വരുന്നത്. അപ്പം ഇവിടെയായിട്ട് അതിൻ്റെ നേരെ ബാക്കിലായിട്ട് തന്നെ ഈ കാണുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ 3 വയർ നമ്മളിപ്പോൾ ഇവിടെ 3 വയർ കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഗ്രൗണ്ടും ഒരു ചാനലുമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹോം തിയേറ്ററിന് വേറെ ഒരു കംപ്ലൈൻറ്റ് കൂടെ ഉണ്ട്. ഇതിൻ്റെ ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു സ്പീക്കർ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ 2 സ്പീക്കർ ഇരുന്ന് പറഞ്ഞാൽ മറ്റേ സ്പീക്കറിൻ്റെ അവിടെ എന്തോ ഷോട്ടിങ് വന്ന് എന്തോ പോയതാണെന്ന് തോന്നുന്നു. നമ്മളത് നോക്കിയില്ല. അപ്പം ഈ ഒരു ഒറ്റ സ്പീക്കറിലാണ് ഇതിപ്പോൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മളിതിൻ്റെ കണക്ഷൻ എല്ലാം ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 12 വോൾട്ട് വരുന്നത്, അതായത് ഈ കാണുന്നതാണ് ഇതിൻ്റെ 12 വോൾട്ട് സപ്ലൈ വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്ലൈ വരുന്നിടത്തു നിന്ന് ആ ഒരു 12 വോൾട്ട് വരുന്നിടത്തു നിന്ന് നമ്മൾ 2 വയർ സോൾഡർ ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറ്റി നമ്മൾ ഈ കാണുന്ന രീതി നമ്മളങ്ങനെ ഇതിലെടുത്ത് നേരെ നമ്മുടെ ഈ ഒരു കണക്ടർ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിലോട്ട് കൊടുത്തേക്കുവാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നതോട്ടുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇതിന് ഏകദേശം മാർക്കറ്റിൽ ഒരു 150 രൂപ 180 രൂപ പലയിടത്തും പല റേറ്റാണ്. അപ്പോൾ ഈ കാണുന്നതോട്ടുള്ള ഒരു മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഇതേപോണക്കുള്ള ബ്ലൂടൂത്ത് ഒന്നും ഇല്ലാത്ത സാധാ ഹോം തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ആർക്കും ഫിറ്റ് ചെയ്ത് എടുക്കാവുന്ന സപ്ലൈ ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതേപോണക്ക് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോണക്ക് നമ്മൾ വയറൊന്നും സോൾഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു 3 വയറിലോട്ട് നമ്മുടെ പഴയ ഹെഡ്സെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ ഹെഡ്സെറ്റിൻ്റെ വയറൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് 2 ചാനലും അതിൻ്റെ ഗ്രൗണ്ടും നോക്കിയിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാട്ട് കേൾക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഇതേപോലൊരു സർക്യൂട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ പഴയ ചാർജർ ആയാലും മതി. അപ്പോൾ ആ ഒരു ചാർജറിൽ നിന്ന് 5 വോൾട്ടാണ് വരുന്നത്. അതിൻ്റെ പൊളാരിറ്റി മാറാതെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ സപ്ലൈയും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. വേണ്ടി കാണുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ വയർ കണക്ട് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പൊളാരിറ്റി മാറി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോർഡ് അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കെന്നാൽ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ അകത്ത് നമുക്ക് പാട്ടൊക്കെ നമുക്കൊന്ന് വെച്ച് കേൾക്കാം. പിന്നെ കോപ്പിറൈറ്റോ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഇതിൻ്റെ അകത്ത് ഒത്തിരി നേരം നമുക്ക് പാട്ടോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളങ്ങനെ ബ്ലൂടൂത്ത് എല്ലാം നമ്മളങ്ങനെ കണക്ട് ആക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ആക്കി നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? പൊളിയല്ല, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് ഫൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതൊരു സാനിങ് ഓഫ് സ്വിച്ചിങ് ബൈ ടാറ്റാ സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.